സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ജ്യോതിഷ അറിവുകൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. വിഷു കാലം അടുക്കാൻ പോവുകയാണ്. ഈ 15-ന് വിഷുവാണ്. അപ്പോൾ വിഷു കാലത്ത് ഈ പറയുന്ന മൂന്ന് സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകണം. അതിനൊരു കുറവും ഉണ്ടാവരുത്. ഐശ്വര്യങ്ങളും ഇതൊക്കെ വരാൻ ഈ മൂന്ന് സാധനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. നമ്മൾ വിഷുവിന് പടക്കം പൊട്ടിക്കാറുണ്ട്, വീട് മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട്, വിഷു കൈനീട്ടം കുഞ്ഞുമക്കൾക്ക് കൊടുക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഒരു മൂന്ന് കാര്യം നിങ്ങളുടെ വീട്ടിൽ ഒഴിയാൻ ഇടവരുത്, എന്ന് വെച്ചാൽ ഇല്ലാതാവാൻ ഇടവരുത്. അത് കഷ്ടകാലത്തിന് കാരണമാകും. ദിനത്തിൽ ഈ മൂന്ന് സാധനങ്ങൾ കുറഞ്ഞൊരു അവസ്ഥ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാവരുത്. അറിഞ്ഞിരിക്കുന്ന ഈ മൂന്ന് വസ്തു നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും ഐക്യവും നിറഞ്ഞിരിക്കും എന്നുള്ളതാണ്. കുടുംബ ഐക്യമൊക്കെ നിറഞ്ഞിരിക്കാൻ ഏതാണെന്നല്ല ഈ മൂന്ന് വസ്തു പറയാം. ഈ വീഡിയോയിൽ ഇപ്പം തന്നെ പറയാം. നിങ്ങൾ ഫുള്ളായി വീഡിയോ കാണുക. ഒന്നാമത്തേതെന്ന് പറയുന്നത് അന്നമാണ്. അന്നം ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ മുട്ടുണ്ടാവരുത്. അത് ഏത് കാലമായാലും അത് അന്നത്തിന് ആർക്കും മുട്ട വരാതിരിക്കട്ടെ. വിഷുകാലത്ത് പ്രത്യേകിച്ച് അന്നത്തിന് മുട്ടുണ്ടാകുമ്പോഴാണ് നമ്മുടെ ദാരിദ്ര്യം കടന്നു വരുന്നത്. പുതിയ വർഷത്തിലേക്ക്, അതായത് വിഷു വർഷത്തിലേക്ക് അന്നപൂർണേശ്വരിയെ പ്രീതിപ്പെടുത്താൻ നമ്മൾ മറന്നുപോകരുത് എന്നുള്ളതാണ്. അതാണ് ഈ മൂന്ന് വസ്തു. ഇത് ഈ വിഷുവിന് മുമ്പായിട്ട് വാങ്ങേണ്ട പ്രാധാന്യം എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. പച്ചിലരി അല്ലെങ്കിൽ ഉണക്കലരി, നമ്മുടെ ഗൃഹത്തിൽ അരി വേവിച്ച് ചോറ് ഉണ്ടാകുന്ന അരി. അഥവാ നമ്മുടെ ഗൃഹത്തിൽ തീർന്നിട്ടില്ല അല്ലെങ്കിൽ ഉറപ്പ് വരുത്തേണ്ട ഒരു വസ്തു ഇതാണ്. പച്ചിലരി ഉണക്കലരി ധനലക്ഷ്മിയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ധനലക്ഷ്മിയുടെ പ്രതീകമാണ് ഈ ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി എന്നൊക്കെ പറയുന്നത്. വിഷ്ണുവോട് അനുബന്ധിച്ച് ഉണക്കലരി അല്ലെങ്കിൽ ധനരി നമ്മൾ പാചകം ചെയ്യുന്നത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. വിഷുവിനോടിയായിട്ട് വിഷുവിന് മുന്നോടിയായി നമ്മുടെ അരിപാത്രം നിറച്ചു വയ്ക്കുന്നത് ധനലക്ഷ്മിയെ ആകർഷണം ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് വിഷുദിനം നമ്മുടെ ഗൃഹത്തിൽ ആകൃതം ആകുമ്പോൾ ആ ഒരു നിറവ് വർഷം മുഴുവൻ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ്. വിഷുക്കണിയിൽ നമ്മൾ ആദ്യം നിറയ്ക്കുന്നതും അരിയാണ്. വെച്ച അരി നമ്മൾ വേവിച്ച് കഴിക്കുന്നത് ആ ഒരു വർഷം മുഴുവൻ നമ്മുടെ ഗൃഹത്തിന് ദ്രോഹം അകന്നു നിൽക്കും എന്നും ദാരിദ്ര്യം അവിടെ നിന്ന് മാറി നിൽക്കും എന്നാണ് വിശ്വാസം. അപ്പം അതുകൊണ്ട് അരിപാത്രം നിറച്ചു വയ്ക്കാൻ പ്രത്യേകം നമ്മുടെ ഗൃഹത്തിൽ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ഉപ്പാണ്. മഹാലക്ഷ്മി ജനിച്ചത് പാലാഴിലാണ്, കടലിലാണ്. കടലിൽ വിളയുന്ന സർവവസ്തുക്കൾക്കും ലക്ഷ്മി അംശമുണ്ട് എന്നുള്ളതാണ്. അതല്ല സങ്കല്പിക്കുന്നത് മഹാലക്ഷ്മി കല്ലുപ്പിൻ്റെ സഹോദരിയായാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ പ്രായമുള്ളവർ പറഞ്ഞു തരുന്നത് ഇത്ര കല്ലുപ്പിന് ഇത്ര പ്രാധാന്യം വരാൻ കാരണം. കല്ലുപ്പ് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ഐശ്വര്യകരം ആണ്. പോസിറ്റീവ് ഊർജത്തെ വലിച്ചെടുത്ത് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുത്ത് പോസിറ്റീവ് ഊർജം നൽകാൻ കല്ലുപ്പിന് സാധിക്കും എന്നാണ് വിശ്വാസം. വിശ്വാസമല്ല, അത് സത്യമാണ്. അങ്ങനെ എൻ്റെ മുറിയിൽ എപ്പോഴും ഒരു ടീന് കല്ലുപ്പാണ്. നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പണവും എല്ലാം
വരും ഒറ്റയടിക്ക് വരും എന്നല്ല പറയണത്. നിങ്ങളുടെ എന്ത് കാര്യത്തിലും തടസ്സം നേരിട്ടാൽ അതൊക്കെ നീങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. ഉപ്പ് ഒരിക്കലും കടം കൊടുക്കാനും കടം വാങ്ങാനും പാടില്ല. കാശ് കൊടുത്ത് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ചക്കരയാണ്. ചക്കര മധുരത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. ചക്കര നമ്മുടെ വീട്ടിൽ വെറുതെ സൂക്ഷിച്ചാലും ബന്ധങ്ങളുടെ വിള്ളൽ ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് പറയുക. പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ചക്കരയ്ക്ക് അതിയായ പ്രാധാന്യമുണ്ട്. നമ്മൾ പറയാറില്ല അടയും ചക്കരയും പോലെയെന്ന്. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവം മാറി മധുരമുള്ള ഓർമ്മകൾ നിറയെ എല്ലാം ഉണ്ട് എന്ന ഒരു ചിന്ത ലക്ഷ്മി ദേവി നമ്മുടെ ഗ്രഹത്തിലേക്ക് ആകർഷിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. 3 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോയെന്ന് ഉറപ്പുവരുത്തുക. ജ്യോതിഷമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.